മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരുമകൻ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയാകും. ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മന്റെ ഭർത്താവായ വർഗീസ് ജോർജാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. അതേസമയം സീറ്റിനായി NDAയിൽ പിടിവലി തുടരുകയാണ്. വിവരങ്ങളുമായി സാരംഗ് ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാരംഗ്, ഏതായാലും 2020 സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിയുടെ മരുമകൻ മത്സരിക്കുന്നു എന്നുള്ളത് കൗതുകകരമായ ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ NDAയിലെ പിടിവലി തുടരുന്നു. എന്താണ് തൃശ്ശൂർ ജില്ലയിലെ നിലവിലുള്ള ഒരു സാഹചര്യം ഓരോ മുന്നണികളുടെയും? സിജു, നിലവിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം നിലനിൽക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഇവിടെ BJPയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെയാണ് പരിഗണിച്ചിരുന്നത്. അത് ബി ഗോപാലകൃഷ്ണനെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ ചർച്ചകളൊക്കെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഘടകകക്ഷികൾ പ്രധാനമായും രംഗത്തെത്തുന്നത്. ആ സീറ്റ് ഘടകകക്ഷികൾക്ക് വേണം എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 2020യുടെ സ്ഥാനാർത്ഥിയായിട്ട് ഈ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരുമകനും അദ്ദേഹത്തിന്റെ മകൾ മറിയാമ്മ ഉമ്മന്റെ ഭർത്താവുമായിട്ടുള്ള വർഗീസ് ജോർജ് മത്സരത്തിനിറങ്ങുന്നത്. നിലവിൽ എന്തായാലും ആ സീറ്റിൽ ഇനി മത്സരിക്കുക ഇത്തരത്തിൽ ഈ 2020യുടെ ഭാഗമായിട്ട് ജോർജ് വർഗീസ് തന്നെയായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും BJP ഔദ്യോഗിക നേതൃത്വവുമായി വലിയ രീതിയിലുള്ള തർക്കങ്ങളാണ് നടക്കുന്നത്. കാരണം ഈ ഔദ്യോഗിക നേതൃത്വം ഈ സീറ്റ് BJPക്ക് തന്നെ വേണം എന്നുള്ളൊരു പക്ഷത്താണ് നിലനിൽക്കുന്നത്. പ്രാദേശിക നേതൃത്വവും അങ്ങനെ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ രണ്ട് ഘടകകക്ഷികളും, അതായത് BDJS-ഉം അതുപോലെ തന്നെ ഈ സീറ്റിന് വേണ്ടിയിട്ട് ഒരു മത്സര രംഗത്തുണ്ട്. അവർക്കും സീറ്റ് വേണം എന്നാണ് അവരും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തുഷാർ വെള്ളാപ്പള്ളി ഈ BDJS-ന്റെ സ്ഥാനാർത്ഥിയാകാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഈ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള BJPക്കുള്ളിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ രൂക്ഷമാവുകയാണ്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ മരുമകൻ തൃശ്ശൂരിലെ തീർച്ചയായും മറ്റു മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് തൃശ്ശൂർ മണ്ഡലം, അതുപോലെ തന്നെ മണലൂർ മണ്ഡലം, വടക്കാഞ്ചേരി മണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളിലാണ് UDFന്റെ തർക്കങ്ങൾ അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ മണ്ഡലം നോക്കുകയാണെങ്കിൽ രാജൻ പല്ലൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള രാജൻ പല്ലനെ മത്സരിപ്പിക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഉയർന്നു വന്നത്. അത് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റിനെതിരെയായിരുന്നു അത്തരത്തിലുള്ള ഒരു രൂക്ഷ വിമർശനം. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പണം വാങ്ങിക്കൊണ്ട് ക്രൈസ്തവർക്ക് സീറ്റ് മറിച്ചു നൽകുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഉയർന്നു വന്നത്. അതോടൊപ്പം തന്നെ മണലൂർ മണ്ഡലത്തിൽ TN പ്രതാപനെതിരെയും രൂക്ഷമായിട്ടുള്ള വിമർശനം വന്നിരുന്നു. TN പ്രതാപൻ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസിനെ തകർക്കുകയാണെന്നും K കരുണാകരന്റെ കുടുംബത്തെ തകർത്ത വ്യക്തിയാണ് ഇത്തരത്തിൽ ഈ TN പ്രതാപനും പ്രതിസന്ധിയുടെ വിവരങ്ങൾ കൂടി പങ്കുവച്ചു.